ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരോട് ചോദിച്ചിട്ടാ പ്രകാശേട്ടന് പണം കൊടുത്തത്? എന്റെ പണം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിന്റെ അമ്മായി അച്ഛൻ നിനക്ക് സ്ത്രീധനം തന്ന പണമല്ല. മിക്കവാറും ഇതിനകം തന്നെ അയാള് നിന്റെ അച്ഛന്റെ ആ ഇൻഷുറൻസ് തുക കൈക്കലാക്കിയിട്ടുണ്ടാവും. ജീവിതകാലം മുഴുവൻ കടപ്പുറത്ത് ചെന്ന് തിരകൾ എണ്ണി സമയം കളയത്തേ ഉള്ളൂ. ഹരിതേ, നീ അത്രയ്ക്ക് എന്നെ കുറച്ചു കാണുമൊന്നും വേണ്ട. പ്രകാശേട്ടൻ ജനിച്ച വയറ്റിൽ തന്നെയാണല്ലോ ഞാനും ജനിച്ചത്. ചതിയുടെ മുഖംമൂടി എടുത്തണിയാൻ എനിക്കും പറ്റും. ഞാനിപ്പോ വീട്ടിലേക്ക് പോകാൻ പോവാ. ഗുഡ്. പക്ഷേ നീ ഒറ്റയ്ക്ക് പോണ്ട. ഈ ചായം തേച്ച് നിൽക്കുന്ന ചെന്നായി ആടിനെയൊക്കെ തിരിച്ചറിയാൻ കുറുപ്പിന്റെ മോൾക്ക് പെട്ടെന്ന് പറ്റും. ഞാനും വരാം. എന്നാ വാ, നമുക്ക് ഉടനെ പോവാം. ഹരിതയുടെ കാറാണല്ലോ. അവരിങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. തൽക്കാലം മുങ്ങുന്നതാണ് നല്ലത്. അയ്യോ, എന്താ പ്രകാശേട്ടാ ഇത്? ഇതെങ്ങോട്ട് ഓടുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാണ്ട് ഇപ്പോഴും ഓർത്തത്. വരട്ടെ. നിന്റെ ഏട്ടത്തി പോതന നിപ്പുണ്ട്. ഈ പെണ്ണുമ്പളെ കണ്ടോ എന്റെ പെരുവിരലിന്ന് പെരുപ്പ് കയറും. ഹരിതേ, ഏട്ടത്തി ശ്രദ്ധിക്കുന്നു. നീ നടന്ന് വാ. ഹരിതേ, ഏട്ടത്തി. വരണ്ടാളും അകത്തേക്ക് വാ. വരുന്ന കാര്യം ഹരിത പറഞ്ഞതുപോലുമില്ലല്ലോ. വരുന്നതിന് മുമ്പ് മഹാറാണിയോട് ചോദിച്ച അനുവാദം വാങ്ങണമായിരിക്കും. അച്ഛനും അമ്മയ്ക്ക് ഒന്ന് കാണണം തോന്നി, ഇങ്ങു പോന്നു അല്ലേ? അത് നന്നായി. അവർക്ക് സന്തോഷാവും. പ്രകാശേട്ടനില്ലേ? ഇത്രയും നേരം ആളിവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പതേ അകത്തേക്ക് പോയി. അപ്പോ ആളുണ്ടല്ലേ? അത് മതി. വാ. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ കുടിക്കാറില്ല. പ്രകാശേട്ടാ, ദേ മനോജും ഹരിതയും വന്നത് കണ്ടില്ലേ? ആ, മനോജോ, നിനക്ക് സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇറങ്ങുന്നു. എനിക്ക് എന്തൊക്കെയോ ചില അത്യാവശ്യങ്ങൾ. ആർക്കറിയാം? പ്രകാശേട്ടൻ എന്താ വടക്ക് നോക്കിയ യന്ത്രത്തിലെ ദിനേശൻ കളിക്കുവാണോ? ഞാൻ പ്രകാശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ വന്നത്. ഇപ്പൊ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോണതാണ്. ഒരമണിക്കൂർ കഴിഞ്ഞാലേ ഞാൻ തിരിച്ചു വരും. ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പ്രകാശേട്ടൻ പൊയ്ക്കോ. ഹരിതേ, എന്താണെങ്കിലും ഒരു കാര്യം മനസ്സൂന്നി കേൾക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. തൽക്കാലം ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം അങ്ങ് വരാം. സുമിത്രേ, ഇവർക്ക് ചായ കൊടുക്കുക. ഞാനേ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. പ്രകാശേട്ടാ. ആ, സുമിത്രേ, ഇവന് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചായയില് ഷുഗർ ഉള്ളതാ. ഓക്കെ. എനിക്ക് വിത്തൗട്ട് തന്ന ആ പഞ്ചസാരെങ്കിലും ലാഭിക്കാലോ. ഏട്ടത്തി, എനിക്ക് മധുരം കൂടുതൽ ഇട്ടേക്കണേ. ഹരിതയ്ക്കും ഇപ്പൊ ഇങ്ങ് വരും. അത് നീ പൊട്ടനായതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. അയാള് മനഃപൂർവ്വം മുങ്ങിയതാ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയെന്നറിയാതെ അയാൾ മടങ്ങി വരില്ല. ഏതായാലും വന്നതല്ലേ, അച്ഛനോട് സംസാരിക്കാം. നീ വന്നേ. എന്നാലും ഹരിത പറഞ്ഞ സത്യമായിരിക്കോ? അയാൾ മുങ്ങിയതാണോ? അച്ഛാ, നിങ്ങളെപ്പോ വന്നു? ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. മനോജിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്തായി? ഓ,
ഒന്നും ആയില്ല അച്ഛാ. എന്ത് ബിസിനസ് തുടങ്ങണമെങ്കിലും ആദ്യം കുറച്ച് പണം ഉണ്ടായാലല്ലേ പറ്റൂ. ഒരു വരുമാനം ഇല്ലാതെ എത്ര നാളാച്ച ഇങ്ങനെ? അമ്മായിച്ചന്റെ ചെലവിൽ കഴിയുമ്പോ എന്തോ ഒരു അഭിമാനക്കുറവ്. അച്ഛനോട് ചോദിച്ചാൽ ചിലപ്പോ ബിസിനസ് തുടങ്ങാനുള്ള സാമ്പത്തികം കൊടുക്കുമായിരിക്കും. പക്ഷേ അതിനെന്തോ എനിക്കൊരു ബുദ്ധിമുട്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛൻ ഇന്ന് വരെ മനോജിനൊരു നല്ല മരുമകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. എനിക്ക് മനോജിനോടുള്ള സ്നേഹം വെച്ച് മനോജിനെ അംഗീകരിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ. അതിലൊരു മാറ്റം വരണമെങ്കിൽ മനോജ് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തി അത് വിജയിച്ച് കാണിക്കണം. അത് എനിക്ക് തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണം. അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നപ്പോ നിനക്ക് പണം തന്ന് സഹായിച്ചിട്ടുണ്ടല്ലോ. ബിസിനസ് ചെയ്യുകയും വൈകാതെ അത് മനോഹരമായി പൊളിഞ്ഞടുങ്ങുകയും ചെയ്തു. നിന്റെ ബിസിനസ് പരീക്ഷണത്തിലെ എനിക്ക് പോയത് 10 ലക്ഷം രൂപ. അതൊക്കെ ഓർക്കുമ്പോ ഇന്നും നെഞ്ചിനൊരു നീറ്റില്ല. അച്ഛാ, ഇത് അതുപോലൊന്നും അല്ല. നല്ല ശ്രദ്ധയോടെ ചെയ്യുന്ന തീരുമാനം. ഇത്തവണ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല. അതെ അച്ഛാ, ഞാനും കൂടെ ഉണ്ടാവും. എങ്കിലേ ശരിയാവൂ. അച്ഛൻ കുറച്ച് പൈസ തന്ന് സഹായിക്കണം. അച്ഛൻ എങ്ങനെ സഹായിക്കാനാ? അച്ഛന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. അന്ന് സഹായിച്ചത് പെൻഷൻ ആയപ്പോ കിട്ടിയ പണം കൊണ്ടല്ലേ. ഇപ്പൊ എവിടുന്ന പൈസ? അത് അച്ഛന്റെ ഇൻഷുറൻസ് ഒക്കെ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ. തൽക്കാലം ആ പണം കടമായിട്ട് തന്നാ മതി. 6 മാസത്തിനകം ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നേക്കാം. ഓ, ആ പണത്തിന്റെ കാര്യമാണോ? അത് വിനുവിന് ഒരു വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രകാശന് കൊടുത്തു. പ്രകാശേട്ടന് കൊടുത്തുന്നോ? ആരോട് ചോദിച്ചിട്ടാ പ്രകാശേട്ടന് പണം കൊടുത്തത്? എന്റെ പണം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിന്റെ അമ്മായി അച്ഛൻ നിനക്ക് ശ്രീധരൻ തന്ന പണമല്ല. പ്രകാശൻ അവന്റെ കാര്യത്തിനല്ല പണം വാങ്ങിയത്, വിനുവിനെ സഹായിക്കാനാ. വിനുവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാ. നീ പണം ചോദിച്ചത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയല്ലേ? രണ്ടും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. എന്നാ നിങ്ങൾ എല്ലാവരും കേട്ടോ. നിങ്ങളുടെ മൂത്ത മകൻ പ്രകാശ് നിങ്ങളെയൊക്കെ സുന്ദരമായിട്ടങ്ങ് പറ്റിച്ചേക്കുവാ. മാനത്തെ കൊട്ടാ